8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാരൻസിനുള്ളതാണ് റീൽ. ഈ റീൽ കാണുന്നത് കുട്ടിയാണെങ്കിൽ പാരൻസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. പാരൻ്റാണ് കാണുന്നതെങ്കിൽ സമയമുണ്ടെങ്കിൽ റീൽ അവസാനം വരെ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ഓണം എക്സാം അവസാനിച്ചു. പല കുട്ടികൾക്കും വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ കുട്ടികളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കും ഉണ്ട്, അവർ പഠിക്കാത്തത് കൊണ്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ച് ടഫായിരുന്നു ചിലതൊക്കെ. അപ്പോൾ ആ കാരണങ്ങളോടൊക്കെ കുട്ടിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ അവർക്ക് ഓണം എക്സാമിൻ്റെ പേപ്പർ കിട്ടും. നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. പല കുട്ടികൾക്കും ഇപ്പോൾ മനസ്സിൽ റിഗ്രറ്റ് ഉണ്ട്. ഓണം എക്സാം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഓണം എക്സാമിൻ്റെ ആ സമയത്തൊന്ന് എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഓണം എക്സാം ഈസി ആയേനെ. ആ ഒരു ചിന്ത ഇപ്പോൾ മിക്ക കുട്ടികളുടെയും മനസ്സിലുണ്ട്. അപ്പോൾ പാരൻസ് ഇപ്പോൾ ചെയ്യേണ്ടത് അവരെ ചീത്ത പറയുന്നതിന് പകരം അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഇപ്പോൾ ഫിസിക്സിന് ആൻസർ പേപ്പർ കിട്ടുമ്പോൾ, മാത്സിന് ആൻസർ പേപ്പർ കിട്ടുമ്പോൾ അവർക്ക് മാർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 80-ൽ 15 മാർക്കായിരിക്കാം, 40-ൽ 8 മാർക്കായിരിക്കാം. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുക. എന്നിട്ട് പറയാം, ആ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയില്ലേ, സാരില്ലടാ, നീ പഠിക്കാത്തതുകൊണ്ടല്ലേ, നീ കഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ, ക്രിസ്മസ് എക്സാമിന് ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. അവരെ കൂടെ സമാധാനിപ്പിച്ചിട്ട് ക്രിസ്മസ് എക്സാമിന് തുടക്കം മുതൽ പഠിക്കാനുള്ള ഒരു മോട്ടീവ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. അവരോട് നിങ്ങൾ പറയാം, ഓണം എക്സാം കഴിഞ്ഞടാ, ഇനി അതിലെ മാർക്ക് നമുക്ക് കൂട്ടാൻ സാധ്യതയില്ല, പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്മസ് എക്സാം നിനക്ക് മികച്ച മാർക്ക് നേടാം. അതിനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്വന്തം പാരൻ്റ് ഒരു കുട്ടിയുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ടും എനർജിയും ഇൻസ്പിറേഷൻ മോട്ടിവേഷനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അത് മതിയാവും ആ കുട്ടിക്ക് ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഓണം എക്സാമിന് റിസൾട്ട് വരുമ്പോൾ, ഓണം എക്സാമിന് ആൻസർ പേപ്പർ വരുമ്പോൾ അവരെ ചീത്ത പറയേണ്ട ആവശ്യമില്ല. അവരെ കൂടെ നിന്നിട്ട് അവർക്ക് പറ്റിയ തെറ്റുകൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ഉള്ളിൽ റിഗ്രറ്റ് ഉണ്ടാകുന്നത് എനിക്ക് 100% ഉറപ്പാണ്. ആ റിഗ്രറ്റ് തെറ്റായ രീതിയിൽ പോകാതെ അവരെ സമാധാനിപ്പിച്ച് ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കാൻ വേണ്ട സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അവരെ കൂടെ നിൽക്കുക. അവരെ കൂടെ നിന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് പറ്റിയ തെറ്റുകൾ തെറ്റാണോ അവരെ ബോധ്യപ്പെടുത്തി ആ തെറ്റുകൾ ഇനി ക്രിസ്മസ് എക്സാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിന്ന് പഠിക്കാനുള്ളൊരു ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. ഈ റീൽ കാണുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയോട് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. എടാ, നിൻ്റെ പാരൻസ് നിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അവർ നിന്നെ സ്നേഹിക്കുന്നതും അവർ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും നിന്നെ നല്ലൊരു നിലനിർത്തി കാണാനാണ്. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നീ എഫേർട്ട് ഇട്ട് ക്രിസ്മസ് എക്സാം പഠിക്കും. എഫേർട്ട് ഇടുന്ന ആർക്കും ഒരിക്കലും റിസൾട്ട് കിട്ടാതെ ഇരുന്നിട്ടില്ല. നീ എഫേർട്ട് ഇടും, നീ കഷ്ടപ്പെടും. ഓണം എക്സാം നീ പഠിച്ചിട്ടില്ല, ഓണം എക്സാം നീ കളിച്ച് നടന്നു, എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചു, ആ മിസ്റ്റേക്കുകൾ നീ വരുത്തി. ക്രിസ്മസ് എക്സാമിന് ആ മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തരുത്. നിൻ്റെ പാരൻസ് നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ, നിനക്ക് മെൻ്റലി ഫിസിക്കലി വേണ്ട സപ്പോർട്ട് തരാൻ പാരൻസ് നിൻ്റെ കൂടെയുണ്ട്. നീ പഠിച്ചാൽ ക്രിസ്മസ് എക്സാം സെറ്റാകും. മൈ ഡിയർ പാരൻസ്, നിങ്ങളുടെ മക്കളുടെ കൂടെ നിന്നിട്ട് അവരെ അടിപൊളിയാക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യാം. എല്ലാവർക്കും അടിപൊളിയായിട്ട് ജീവിക്കാൻ ഈ ലോകത്ത് സാധിക്കും.